ഉദ്ഘാടനത്തിന് വേണ്ടി എത്തിയത്. എവിടുന്ന് എത്തിയതാണ്? തൃശ്ശൂർ തന്നെ. എന്താണ് ഇതുകൊണ്ട് സ്ത്രീകൾക്ക് നേട്ടമുണ്ടാവുന്നതെന്നാണ് വിചാരിക്കുന്നത്? നേട്ടമുണ്ടാവുന്നത് വളരെയധികം യാത്രയ്ക്ക് പാവപ്പെട്ടവർക്കൊക്കെ വളരെയധികം പൈസ ചെലവിടാതെ ജീവിക്കാൻ മുന്നോട്ട് പോകാൻ പറ്റും. പിന്നെ വളരെയധികം വളരെ ഹെൽപ്പാണ് സ്ത്രീകൾക്ക്. നിങ്ങൾക്കൊരു സ്വത്ത് ലാഭിക്കാൻ പറ്റും. നിങ്ങൾ എങ്ങോട്ടാണ് പോകാറ്? ഇവിടുന്ന് സഞ്ചരിക്കാറ്? ഞാൻ എന്നും തൃശ്ശൂരിൽ നിന്ന് എടപ്പാളിലേക്ക് എല്ലാ ദിവസവും 150 രൂപ കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്ന ഡെയിലി സീനിയർ സിറ്റിസണായ ഒരു ചേച്ചിയാണ്. എനിക്ക് സീനിയർ സിറ്റിസന്റെ ഒരു സീറ്റെങ്കിലും നമുക്ക് കിട്ടിയാൽ മതിയായിരുന്നു. പലപ്പോഴും ഞാൻ രാവിലെ കണ്ണൂർ ബസ് KSRTC സൂപ്പർ ഫാസ്റ്റിനെ കയറാറ്. അതിന് 67 രൂപ കൊടുക്കണം. പിന്നെ പാലയിൽ നിന്ന് ഒരു ബസ് വരുന്നുണ്ട്, അത് കോഴിക്കോടാണ്. അത് എടപ്പാൾ ടച്ച് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിനും ഈ 64 രൂപ അതിനും വേണം. ഇത്രയും രൂപ ലാഭിക്കാമെന്നാണോ പറഞ്ഞു വരുന്നത്? അല്ല, ലാഭിക്കാൻ എന്നല്ല, സ്ത്രീകൾക്ക് സീനിയർ സിറ്റിസൺ എന്തായാലും എനിക്ക് വേണ്ട. എനിക്കിപ്പോൾ ഞാൻ ആരോഗ്യവകുപ്പിലായ കാരണം എനിക്ക് കുറച്ച് ആരോഗ്യമുണ്ട്. പക്ഷേ എന്നെ പോലെ ആവില്ല എല്ലാവരും. ഐ ആം 68 years old. ചേച്ചി അപ്പോൾ ഇത് സ്വാഗതം ചെയ്യുന്നു ഈ കാര്യത്തിൽ. അതെ, ഈ കാര്യത്തിന് വളരെയധികം എത്രത്തോളം സന്തോഷമുണ്ട് നിങ്ങൾക്ക് ഇത്തരം? അതെ, നമുക്ക് സ്ത്രീകൾക്ക്, സാധാരണ സ്ത്രീകൾക്ക്, അതായത് പാവപ്പെട്ട സ്ത്രീകൾക്ക് നമുക്ക് പണം കൊടുക്കാനായിട്ട് പോകാൻ വളരെ ഓരോ ദിവസത്തെ പൈസ കൊടുക്കാനും ചിലർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ജോലിക്ക് പോകണ്ടാവുക. അവർക്കൊക്കെ വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണിത്. അപ്പോൾ എല്ലാവർക്കും ഒരു ഉപകാരപ്രദമായി നമ്മുടെ ഗവൺമെന്റ് ഇതിനെ നമ്മളെ സഹായിച്ചു എന്നുള്ളതാണ് ഈ സമയത്ത്. വളരെയേറെ സന്തോഷമുണ്ട്. UDF ഗവൺമെന്റിന്റെ ആദ്യത്തെ ഒരു പ്രിയദർശിനി എന്ന് പറയുന്ന സൗജന്യ യാത്രാ പദ്ധതിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അതിൽ വളരെയേറെ കേരളത്തിലത്തെ എല്ലാ ജനങ്ങൾക്കും സ്ത്രീകൾക്കും എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ.